നമസ്കാരം. രാജ്യമൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണുള്ളത്. രാജ്യമെങ്ങും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അലയൊലികൾ തീർക്കുമ്പോൾ ഇങ്ങ് കേരളത്തിലും ആ ആവേശം നിറഞ്ഞു നിൽക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ ആവേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ജനൻ ടിവിയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ മഹാഭാരതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് വയനാട്ടിലേക്ക് പോകാം. വയനാട് എന്തുകൊണ്ടും വലിയ തോതിലുള്ള മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ്. രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ എത്തിയപ്പോൾ തന്നെ ശ്രദ്ധാകേന്ദ്രമായി. എന്നാൽ ആനി രാജ, CPI ദേശീയ നേതാവ് ആനി രാജയെ തന്നെ മത്സരിപ്പിച്ചുകൊണ്ട് ആ രംഗം കൊഴുപ്പിക്കാൻ നോക്കുമ്പോഴാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കൂടി അവിടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എത്തുന്നത്. അങ്ങനെ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനാണ് അവിടെ സാക്ഷ്യം വഹിക്കുന്നത്. മാത്രമല്ല BJP അവിടെ ജനകീയ പ്രശ്നങ്ങൾ, വന്യമൃഗശല്യം അടക്കമുള്ള ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിയാണ് പ്രചരണ രംഗത്ത് മുന്നേറുകയും ചെയ്യുന്നത്. അതായത് ഒരു ഈസി വാക്ക് ഓവർ, എളുപ്പത്തിൽ ജയിച്ചു കയറാമെന്ന് കരുതിയിരുന്ന രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ജയം എളുപ്പമല്ല എന്ന് മാത്രമല്ല, തോൽവി വഹിക്കുന്ന നിലയിലേക്ക് K സുരേന്ദ്രൻ എത്തിച്ചിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് ആവേശം പൂർണ്ണമായും തന്നെ നമ്മളുമായി പങ്കുവയ്ക്കുന്നതിന് റിപ്പോർട്ടർ ശ്രീജിത്ത് എത്തിയിട്ടുണ്ട്. ശ്രീജിത്ത്, എങ്ങനെയാണ് വയനാട്ടിലെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അതിന്റെ ആവേശഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് കൂടുതലായി പറയാനുള്ളത്? ജിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലമാണ് വയനാട്. കാരണം ദേശീയ നേതാക്കൾ ഉൾപ്പെടെ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. 2019 തന്നെ ഈ രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. തുടർന്ന് വലിയ ശ്രദ്ധ നേടിയിരുന്നു. അതിനുശേഷമായിരുന്നു ഈ 2024 വരുമ്പോൾ ആനി രാജ കൂടി കടന്നു വരുന്നത്. അത്തരത്തിൽ വലിയ മത്സരമാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് വലിയ ഒരു മാസ് എൻട്രി ആയി വന്നിരിക്കുകയാണ് K സുരേന്ദ്രനും ആനി രാജയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വന്നതോടെ ഈ ജനങ്ങളും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകരുമെല്ലാം ആവേശത്തിലാണ്. എന്തായാലും 2019 നിന്ന് വ്യത്യസ്തമായി വലിയൊരു മത്സരമാണ് നിലവിൽ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2009 ഇത്തരത്തിൽ വയനാട് മണ്ഡലം ആദ്യമായി ക്രമീകരിച്ചതിന് ശേഷം രൂപീകരിക്കുന്നത്. പിന്നീടുള്ള 2 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ആണ് ജയിച്ചത്. 2009 2014 ഈ ഷാനവാസ് MP ആയിരുന്നു ജയിച്ചത്. അതിനുശേഷമായിരുന്നു 2019 രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിലേക്ക് കടന്നു വരുന്നത്. ആ സാഹചര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ഉത്തരേന്ത്യയിൽ 2019 വലിയ മോദി തരംഗം ആഞ്ഞു വീശിയിരുന്നു. അതിന്റെ ഫലമായി തന്നെ ഒരു ഭയം ഉണ്ടായിരുന്നു രാഹുലിന്. അതിനാൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ 2019 രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ വയനാട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം വലിയ വാഗ്ദാനങ്ങൾ നൽകുകയും ഭാവി പ്രധാനമന്ത്രി തങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഒരാൾ ഉണ്ടാകും, അതോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്നും ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുമെന്ന രീതിയിലുള്ള വലിയ പ്രചരണമായിരുന്നു അന്ന് അഴിച്ചുവിട്ടത്. അതിന്റെ ഫലമായി തന്നെ 4,31,000-ലധികം വലിയ ഭൂരിപക്ഷം നൽകി, കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി രാഹുലിനെ എന്തായാലും വയനാട്ടിലെ ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ടിരുന്നു. എന്തായാലും ഈ 5 വർഷം കഴിഞ്ഞപ്പോൾ ആ ജനകീയത പൂർണ്ണമായും ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. കാരണം വയനാട്ടിൽ പല പ്രശ്നങ്ങളുണ്ട്. വന്യജീവി പ്രശ്നമുണ്ട്. ഇന്നലെയും ഇത്തരത്തിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ ഒരു വനവാസി യുവതി മരണപ്പെട്ടു. ഈ 3 മാസത്തിനിടെ 4 പേരാണ് ഇത്തരത്തിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ മരണപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ പിന്നോക്കാവസ്ഥ, അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ തന്നെയുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ മണ്ഡലം ത്രികോണ മത്സരമായി മാറിയിരിക്കുന്നത്. എന്തായാലും ആനി രാജയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആനി രാജ കടന്നു വന്നതോടെ തന്നെ ഒരു സൗഹൃദ മത്സരമെന്ന് ആണ് നിലവിൽ ജനങ്ങൾ കാണുന്നത്. കാരണം ദേശീയ തലത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടുകെട്ടാണ് ഈ കോൺഗ്രസും CPM തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടുണ്ട്. പക്ഷേ ഈ ആനി രാജ ഈ അടിത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും 2 റൗണ്ട് പ്രചരണം നിലവിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. വലിയ പ്രചരണമാണ് അവർ എന്തായാലും ഈ വയനാട്ടിൽ കാഴ്ചവെക്കുന്നത്. എന്തായാലും പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ അവർ സ്വാധീനം ചെലുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇറക്കി BJP വലിയ മത്സരം കാഴ്ചവെച്ചത്. BJPയുടെ K സുരേന്ദ്രൻ, സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനാണ് എന്തായാലും വയനാട്ടിലേക്ക് കടന്നു വന്നത്. ഈ സുരേന്ദ്രന്റെ ഈ തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കുമ്പോൾ തന്നെ അറിയാം, പല മണ്ഡലങ്ങളിലും ഈ BJPക്ക് സ്വാധീനം കുറഞ്ഞ പല മണ്ഡലങ്ങളിലെത്തി വലിയ വിജയങ്ങൾ, വലിയ വോട്ട് ശതമാനങ്ങൾ നേടിയെടുക്കുന്ന ഒരു കഴിവ് എന്തായാലും K സുരേന്ദ്രനുണ്ട്. അത് കാസർഗോഡ് നാം കണ്ടതാണ്, പത്തനംതിട്ടയിൽ കണ്ടതാണ്, അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോന്നിയിലും മഞ്ചേശ്വരത്തും അത് കണ്ടതാണ്. അതിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് നിലവിൽ എന്തായാലും BJP പ്രവർത്തകരും ഈ BJP നേതൃത്വവും മുന്നോട്ട് പോകുന്നത്. വയനാട്ടിലെ 3 മണ്ഡലങ്ങളും അതോടൊപ്പം തന്നെ കോഴിക്കോടുള്ള 1 മണ്ഡലവും മലപ്പുറത്തെ 3 മണ്ഡലങ്ങളും ചേരുന്നതാണ് ഈ വയനാട്ടിലെ ലോക്സഭാ മണ്ഡലം. ആ ലോക്സഭാ മണ്ഡലത്തിൽ എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ BJPക്ക് കഴിയുമെന്നാണ് BJPയുടെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കളും പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ പോലുള്ള മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ എന്തായാലും 5 വർഷം കൊണ്ട് BJP കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം മലപ്പുറം മണ്ഡലത്തിലെ 3 നിയമസഭാ
മണ്ഡലങ്ങളുണ്ട്. അവിടെ ന്യൂനപക്ഷ കേന്ദ്രീകരണമാണ് ഉണ്ടായിരിക്കുന്നത്. ആ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ കൂടിയ മണ്ഡലങ്ങളിൽ BJP പ്രധാനമായും തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് മുത്തലാഖ് പോലുള്ള വിഷയമാണ്. മുത്തലാഖിലൂടെ അത്തരത്തിലുള്ള മോദിയുടെ മുത്തലാഖ് പോലുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ മുസ്ലിം വനിതകളിൽ നിന്നും വോട്ട് തേടാമെന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കോഴിക്കോടും ഇത്തരത്തിലുള്ള പ്രചരണമാണ് കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ച കാര്യമായിരുന്നു വന്യജീവി ശല്യം. അത് ഓരോ ദിവസവും ഇത്തരത്തിൽ ഓരോ ദിവസവുമാണ് വന്യജീവി ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരം വന്യജീവി ശല്യം ഉണ്ടായിട്ടും ഈ വയനാടിലെ MP ഉൾപ്പെടെയുള്ളവർ എന്തായാലും വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെയാണ് ജനങ്ങളും വലിയ അമർഷത്തിലാണ്. അതിനാൽ തന്നെ ഈ ഒരു വിജയത്തിൽ നിന്നും അട്ടിമറിയിലേക്ക് പോകാനുള്ള സാധ്യത പോലും ഇപ്പോൾ വയനാട്ടിലേക്ക് വരികയാണ്. കാരണം ത്രികോണ മത്സരമാണ്. ആര് വിജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വയനാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജിജീഷ്, ശ്രീത്ത് സ്വാഭാവികമായും ശ്രീത്ത് കൃത്യമായി തന്നെ ഒരു അവലോകനമാണ് നടത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീത്ത് നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ്, ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമായിട്ട് മത്സരിക്കുന്ന രണ്ട് കക്ഷികൾ ഒരു ഭാഗത്ത്, അതായത് കേരളത്തിന് പുറത്തു പോയാൽ ബായി ആയി ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവരാണ് അവിടെ മത്സര രംഗത്തുള്ളത് പരസ്പരം. അതായത് ആര് ജയിച്ചു വന്നാലും അവിടെ ഒരു കക്ഷിക്ക് പിന്തുണ, ഒരു മുന്നണിക്ക് പിന്നിൽ അണിനിരക്കുന്ന ആളുകൾ. സ്വാഭാവികമായും ഇതിന്റെ പ്രചാരണ ഭാഗമായി ഏറെ പ്രചാരണ രംഗങ്ങൾ കണ്ട ആളെന്ന ശ്രീത്തിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ ഒരു ചിന്താഗതി ആളുകളിൽ, അതായത് ഇവരിൽ രണ്ടുപേരും ഒന്നാണ് എന്ന മനസ്ഥിതി ആളുകളിലും വന്നിട്ടുണ്ടോ? അവിടെ കെ സുരേന്ദ്രന് അത്തരത്തിലുള്ള ഒരു ആവേശപരമായ സ്വീകരണം കൂടി ലഭിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ശ്രീത്ത് അതിന്റെ ഒരു വിശദാംശങ്ങൾ? തീർച്ചയായും ജിജീഷ്, അതൊരു തമാശ രൂപേണയാണ് ഈ CPI പ്രവർത്തകരും CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഉൾപ്പെടെ ഈ കവലകളിൽ ഇരുന്ന് സംസാരിക്കുന്നത് ഒരു തമാശ രൂപേണയാണ്. കാരണം ആനി രാജ വിജയിച്ച് ഡൽഹിയിലേക്ക് പോകുകയാണെങ്കിൽ തങ്ങളുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കുമ്പോൾ അത് രാഹുൽ ഗാന്ധിയാണെന്ന് പറയേണ്ട അവസ്ഥയിലാണ് എന്തായാലും ഈ ആനി രാജയ്ക്കുള്ളത്. കാരണം അത്തരത്തിലാണ് ദേശീയ തലത്തിൽ ഇവർ ഒറ്റ സഖ്യമായാണ് മത്സരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു തമാശ രൂപേണയാണ് ഇതിനെ കാണുന്നത്. പക്ഷേ എന്തായാലും ആനി രാജയുടെ ഭാഗത്തു നിന്നും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ഇവിടെ ശ്രമിക്കുന്നു. അവർ ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ 2 റൗണ്ട് പ്രചരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അവർ പ്രധാനമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് വനിതകൾക്കിടയിലാണ്. വനിതാ വോട്ട് നേടുവാനാണ് നിലവിൽ ഇവരുടെ ശ്രമം. അതേസമയം BJPയുടെ ഭാഗത്തു നിന്നും വനവാസികൾ കൂടുതലുള്ള മണ്ഡലമാണ്. കാരണം 20%-ലധികം വനവാസികളുള്ള ഒരു മണ്ഡലമാണ്. അവർക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിൽ തന്നെ വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും തന്നെ ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ വയനാട്ടിലെ വനവാസികൾ. അതിനാൽ തന്നെ അവരെ സംരക്ഷിക്കുവാനും അവരെ മുന്നോട്ടെത്തിക്കുവാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ വോട്ട് വാങ്ങാനും BJP ശ്രമിക്കുന്നുണ്ട്. അവരുടെ 20%-ലധികം വോട്ടുണ്ട്. അവരെ ഇത്രയും നാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് പൂർണ്ണമായി കോൺഗ്രസിനെയാണ് പിന്തുണച്ചിരുന്നത്. എന്തായാലും അവർക്ക് ഈ 5 വർഷം കൊണ്ട് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ പ്രശ്നങ്ങൾ ഈ ലോകസഭയിൽ ഉന്നയിക്കുവാനോ മറ്റു പ്രശ്നങ്ങൾ ഈ ചർച്ചയാക്കുവാനോ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ എന്തായാലും രാഹുലിന് കഴിഞ്ഞില്ല. അതിനാൽ തന്നെ ഈ വിഭാഗങ്ങളും വലിയ അമർഷത്തിലാണ്. കാരണം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കേരളത്തിൽ തന്നെ ഏറ്റവും കുറവ് ഹാജരുള്ള ഒരു MP ആണ് രാഹുൽ. കാരണം സുധാകരൻ കണ്ണൂരിലെ MP സുധാകരനാണ് വെറും 51% ഉള്ളത്. അത് കഴിഞ്ഞാൽ വെറും 52% ഉള്ളത് രാഹുലാണ്. അത്തരത്തിൽ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും മോശം MP ആയ ഒരു പ്രകടനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ വയനാട്. എന്തായാലും വലിയ തെരഞ്ഞെടുപ്പ് ചൂടാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ ത്രികോണ മത്സരം ഉണ്ടായി. 2019 ഏകപക്ഷീയമായ രീതിയിൽ രാഹുൽ വിജയിച്ചെങ്കിൽ എന്തായാലും 2019 ഈ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. കെ സുരേന്ദ്രനും ആനി രാജയും രാഹുലും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായി ഈ 2024 തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു. ദേശീയ തലത്തിൽ തന്നെ ഈ മണ്ഡലത്തെക്കുറിച്ച് ചർച്ചയാണ്. കാരണം അമേഠിയിലെ പരാജയത്തിന് ശേഷം വയനാട്ടിലേക്ക് ആയിരുന്നു രാഹുലിന്റെ കടന്നുവരവ്. എന്നാൽ 2019 ഈ സീറ്റിൽ മത്സരിച്ചിരുന്നത് BDJS ആയിരുന്നു. എന്നാൽ 2024 രാഹുലിന് ശക്തമായ മത്സരം കാഴ്ചവെക്കുവാനും മത്സരം കൊടുക്കുവാനും വേണ്ടിയാണ് BJP കെ സുരേന്ദ്രനെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നത്. ജിജീഷ്, ശ്രീത്ത്, തീർച്ചയായും പൂർണ്ണമായും തന്നെ ഒരു സമഗ്ര അവലോകനം തന്നെയാണ് ശ്രീത്ത് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. വയനാടിന്റെ ഒരു ഏകദേശ രൂപം, തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ പൂർണ്ണമായ രൂപം തന്നെ നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. തിരുവനന്തപുരം വലിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന കേന്ദ്രമാണ്. അവിടെ ശക്തരായ സ്ഥാനാർത്ഥികൾ, അവിടെ NDA സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ കൂടി വന്നപ്പോൾ എങ്ങനെയാണോ ശശി തരൂരിനെ കോൺഗ്രസ് UDF അവതരിപ്പിക്കുന്നത്, ആ
അതിനേക്കാൾ കരുത്തനായ ഒരു എതിരാളിയെ തന്നെ അവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഞെട്ടിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ BJP NDA സഖ്യം ചെയ്തത്. കൃത്യമായ ഒരു വികസന രൂപരേഖയോടുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നത്. കാരണം ഓരോ നടപ്പിലാക്കേണ്ട വികസനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ആ വികസന രൂപരേഖ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ടിൻഡു ദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 15 വർഷം MP ആയിരുന്ന ശശി തരൂർ തിരുവനന്തപുരത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? ഇടത് നേതാക്കളെ കൊണ്ട് വികസനം സാധ്യമാകുമോ? ഇതിന് ബദലായിട്ടുള്ള മറുപടിയാണോ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ? ഇനി കാര്യം നടക്കും. ഇതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. കഴക്കൂട്ടം മുതൽ പാറശാല വരെയുള്ള തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം, കഴക്കൂട്ടം IT ഹബ് എന്ന ഹൃദയഭാഗം. രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിന്റെ ആദ്യ ആശയം ഇതാണ്: ഡിജിറ്റൽ ടെക്നോളജി ആൻഡ് മാനുഫാക്ചറിംഗ് പാർക്ക്. കഴക്കൂട്ടത്തെയും പാറശാലയും പരസ്പരം ബന്ധപ്പെടുത്തിയ ഒരു ഡിജിറ്റൽ ഹബ്ബ്. സംസ്ഥാന സർക്കാർ സ്ഥലമേറ്റെടുക്കാനുള്ള നടപടികൾക്ക് സഹകരിക്കണമെന്ന നിബന്ധന മാത്രം. ഈ റീജിയൻ നെയ്യാറ്റിൻകര, പാറശാല, കോലം എൻ്റെ നമ്പർ 1 ഐഡിയ ആണ്. കഴക്കൂട്ടം അവിടെയുള്ള ഒരു ടെക്നോ പാർക്ക് മാതിരി ഇവിടെ ഒരു ടെക്നോ ആൻഡ് മാനുഫാക്ചറിങ്, ഡിജിറ്റൽ ടെക്നോ പാർക്ക് ആൻഡ് മാനുഫാക്ചറിങ്, ഇവിടെ ഒരു ലാർജ് ഒരു ഫെസിലിറ്റി ഇവിടെ കൊണ്ടുവരും. തീരദേശ ജനത ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത വ്യത്യസ്തമായൊരു വികസന ആശയമാണ് ഇനി മുന്നോട്ട് വെക്കുന്നത്. രണ്ടാമത്തത് ബ്ലൂ ഇക്കോണമി എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്ററിന്റെ വിഷൻ. ഫിഷിംഗ് കോഓപ്പറേറ്റീവ്, ഫിഷിംഗ് പ്രോസസ്സിംഗ്, മദർഷിപ്പ്, ട്രോളർ, ആ ഒരു ഈക്കോ സിസ്റ്റം, ഒരു കോഓപ്പറേറ്റീവ് അതിവിടെ കൊണ്ടുവരാനൊരു താല്പര്യമുണ്ട്. അതിലൊരു വിഷൻ. ബ്ലൂ എക്കോണമി, മത്സ്യ ഉൽപാദന വിപണന രംഗത്തെ സമഗ്രമായ വികസനം, മത്സ്യബന്ധന ഉൽപാദന മേഖലയിലെ നിക്ഷേപങ്ങൾ, വിഴിഞ്ഞം തുറമുഖത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തെ തിരഞ്ഞെടുക്കുന്നത് ആരോഗ്യത്തിനും ആത്മീയതയ്ക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ്. വിനോദസഞ്ചാരവും ആത്മീയതയും ആരോഗ്യവും ഒരുപോലെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. മൂന്നാമത് ടൂറിസം, ഹെൽത്ത്, വെൽനസ് ടൂറിസം. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഗ്രോയിങ് ഒരു സെഗ്മെന്റ് ടൂറിസത്തിൽ ഉണ്ടെങ്കിൽ അത് ഹെൽത്ത് ടൂറിസമാണ്. ഹെൽത്തും ഒരു വേറെ കോമ്പണന്റ് സ്പിരിച്വൽ ടൂറിസം, അതൊരു വെൽനസ് എന്ന് പറയുന്നത്, പീസ് ഓഫ് മൈൻഡ്, യോഗ. അത് ഫോറിൻ ടൂറിസം ഇങ്ങോട്ട് വരുന്നില്ല. അവരെല്ലാം പോകുന്നത് ശ്രീലങ്കയും ബാലിയിലേക്കാണ് പോകുന്നത്. അത് ഇവിടെ ഒരു ഹബ്ബാക്കി കൊണ്ടുവരണം. വിനോദസഞ്ചാരം, ആരോഗ്യം, ആത്മീയത. ആത്മീയ സാന്ത്വനങ്ങൾക്കും ആരോഗ്യം സംതൃപ്തിയായി നിലനിർത്തുക എന്നതിലും വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മാലിദ്വീപ് പോലുള്ള രാജ്യങ്ങളെയാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള വിനോദസഞ്ചാര, ആത്മീയ, ആരോഗ്യ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. നാലാമത്തത് സ്പോർട്സ്. 2036 നമ്മൾ ഇന്ത്യ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നു. 2026 12 കൊല്ലം, 10 കൊല്ലം, 11 കൊല്ലം.
ആ ഒളിമ്പിക്സിന്റെ മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കുട്ടികൾ ഫുട്ബോൾ, അത്ലറ്റിക്സ്, അതിനു വേണ്ടി ഒരു അക്കാഡമി, ഇൻഫ്രാസ്ട്രക്ചർ, സ്പോർട്സ് പെർഫോമൻസ് അക്കാഡമി എല്ലാം ഇവിടെ കൊണ്ടുവരുന്നു. എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു വിഷനുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി കാര്യം നടക്കും. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ മുന്നോട്ട് വയ്ക്കുന്ന വികസന ആശയങ്ങൾ ഇതൊക്കെയാണ്. ചിലതൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. പിന്നൊരു കാര്യം, എയിംസ് തിരുവനന്തപുരത്ത് തന്നെ കൊണ്ടുവരും. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ വേണം. ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം. രാജീവ് ചന്ദ്രശേഖർ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന വികസന കാഴ്ചപ്പാടുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തുകൊണ്ടാണ് ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ അദ്ദേഹം ജനമനസ്സുകളിലേക്ക് ഇടം പിടിച്ചത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ടിൻഡുദാസിന്റെ ആ ഒരു റിപ്പോർട്ട് മാത്രം മതിയായിരിക്കും സാധാരണ നമ്മളിലേക്കെല്ലാം അതിന്റെ ഒരു കാര്യം മനസ്സിലാകാൻ. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് തന്നെ നിൽക്കാം. അവിടെ തിരുവനന്തപുരത്ത് ഇനി പന്ന്യൻ രവീന്ദ്രൻ, 3 മുന്നണികളും രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടന്നിരിക്കുന്നു. വലിയ ആത്മവിശ്വാസത്തിലാണ് എല്ലാവരും ഉള്ളത്. പന്ന്യൻ രവീന്ദ്രനും അത്തരത്തിൽ ഒരു ആത്മവിശ്വാസമുണ്ട്. മുമ്പ് ജയിച്ചതിന്റെ എല്ലാം ആത്മവിശ്വാസം, എതിരാളികൾ ശക്തരാണ് എന്ന് അദ്ദേഹത്തിനും അറിയാം. അങ്ങനെ പന്ന്യൻ രവീന്ദ്രൻ തന്റെ ആത്മവിശ്വാസവും എല്ലാം തന്നെ പ്രതീക്ഷകളും എല്ലാം പങ്കുവെച്ചുകൊണ്ട് ജനൻ ടിവിക്ക് ഒപ്പം ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ടുമടം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിആവേശമായി തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. അതീവ ചൂടിൽ തെരഞ്ഞെടുപ്പ് ചൂടും ഒരു രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. 3 മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടക്കം പൂർത്തീകരിച്ചു. അതിൽ ആദ്യ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൂർത്തീകരിച്ചത് LDF സ്ഥാനാർത്ഥിയുടെയാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ ചേരുന്നുണ്ട്, പന്ന്യൻ രവീന്ദ്രൻ. ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുകയാണ്. കുടുംബയോഗങ്ങൾ അടക്കമുള്ള പ്രചരണ ഘട്ടത്തിലേക്ക് ആരംഭിക്കുകയാണ്. എങ്ങനെയുണ്ട് ഒരു പ്രചരണത്തിൻ്റെ ഒരു ആത്മവിശ്വാസം? നമ്മൾ ആത്മവിശ്വാസം തന്നെയാണ്. ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ്, വളരെയേറെ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾ പ്രചരണം തുടങ്ങിയതിന് ശേഷം ആത്മവിശ്വാസം കൂടുക ചെയ്യുന്നത്, കുറയുന്നില്ല. കാരണം എന്താ, നമ്മുടെ രാജ്യം അത്രമാത്രം അപകടകരമായ നിലയിലാണ്. ആ നിലയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷവും. കാരണം തിരുവനന്തപുരം കേരളത്തിലെ തലസ്ഥാനമാണ്. ഈ തലസ്ഥാനം ആണ് നവോത്ഥാനത്തിൻ്റെ മണ്ണായി ഇവിടെ. ശ്രീനാരായണ ഗുരുദേവൻ, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, അയ്യ വൈകുണ്ഠസ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പോയി യോഹന്നാൻ, ഇതുപോലുള്ള നവോത്ഥാന നായകന്മാരുടെ നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ നാട്ടിലെ മണ്ണായത്. ഇതിലൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉള്ളത് രവിയേട്ട, ഇതിൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 തവണത്തെ ഒരു പരാജയമുണ്ട് CPയെ സംബന്ധിച്ചിടത്തോളം. CPയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ സൂചിപ്പിച്ചത് മുൻ MP ആയിട്ടുള്ള പാർട്ടിയുടെ ഏറ്റവും സമ്പന്നതനായ നേതാവിലൂടെ ഇപ്രാവശ്യം നമ്മൾ അത് തിരിച്ചു പിടിക്കുമെന്നതാണ് CPയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു വാദം. പക്ഷേ അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, അങ്ങ് തന്നെ 2004 അങ്ങ് MP ആയിരിക്കുന്നു, സിറ്റിംഗ് MP ആയിരുന്ന അങ്ങ് മത്സരത്തിൽ നിന്നും പിന്മാറുന്നു. ഇപ്പോൾ ചില സംഘടനാ കാര്യങ്ങളുണ്ട്. ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരു സംഘടനാ സംവിധാനമുണ്ട്. ചില ആൾക്കാർ പാർട്ടിയിൽ പ്രവർത്തിക്കണം, ചില ആൾക്കാർ ജനാധിപത്യപരമായി പാർലമെന്ററി രംഗത്തും പ്രവർത്തിക്കണം. പക്ഷേ ആ ഒരു സിറ്റിംഗ് MP മാറി നിൽക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് ഒരു പുതിയ ആൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. അവിടെ നിന്നും വലിയ ബഹുദൂരം പുറകിലേക്ക് പോകുന്നു. അതൊരു അതിജീവനത്തിന്റെ പോരാട്ടമായി തോന്നുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ്? അത് നമ്മളെ പാർട്ടിയുടെ പൊതു തീരുമാനം, പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കാൻ. പക്ഷെ ഒരു സന്നിഗ്ധ ഘട്ടം വന്നാൽ ഏത് പാർട്ടി പ്രവർത്തകനും രാജ്യത്തിന് വേണ്ടിയും പ്രസ്ഥാനത്തിന് വേണ്ടിയും രംഗത്തിറങ്ങണമെന്നുള്ളത് നമ്മളൊക്കെ ബാല്യകാലത്തെ പഠിച്ച കാര്യങ്ങളാണ്. ആ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവനുള്ള സകല ആളുകളും ഈ ഭരണാധികാരി വർഗത്തിൻ്റെ നയങ്ങൾക്കെതിരായി പോരാടാൻ രംഗത്തിറങ്ങണമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിരിക്കുക. ഇതൊരു ചാലഞ്ചായി കണ്ടുകൊണ്ടാണ് ഞാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് 3-ാം പ്രാവശ്യമായത് 3 എന്ന് പറയുന്ന കഥ നിങ്ങൾ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? BJP ഒരു സീറ്റ് നേരത്തെ നിയമത്ത് കിട്ടിയപ്പം കേരളം ഭരിക്കുന്നു പറഞ്ഞ പാർട്ടിയാണ് BJP. ആ പാർട്ടിക്ക് 3 ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കണം. പറയുന്നതിൽ ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിനുശേഷം ഈ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, അസംബ്ലി തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞ വാക്കില്ലേ, BJP നേതാക്കന്മാർ എന്തൊക്കെയാണ് നുണകൾ പറഞ്ഞത്? ആ നുണകളെല്ലാം ജനങ്ങൾ തള്ളിയില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 99 സീറ്റുമായി അധികാരത്തിൽ വന്നില്ലേ? ഇത് കേരളമാണ്.
കേരളത്തിൽ ഈ മാതിരി നുണകൾ പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റില്ല. കേരളത്തിൽ നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ കിട്ടിയതുപോലെ നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടും, BJPക്ക് കടന്നു വരാമെന്ന് ധരിക്കേണ്ട. കേരളം അതിന് കണക്ക് പറയും. നമുക്ക് 26-6 തീയതി തെരഞ്ഞെടുപ്പ് അടക്കല്ലേ, ആ തെരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതുന്ന സംശയമൊന്നും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ ഒരു ജനാധിപത്യത്തിൽ ഭരണത്തിലിരിക്കുന്ന സർക്കാരുകളുടെ കൂടി വിലയിരുത്തലാണ്. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ 99 സീറ്റ് കിട്ടി തന്നെ ഇടതുമുന്നണി രണ്ടാമതും അധികാരത്തിലും. പക്ഷേ ഇത്തവണ വലിയ പ്രതിസന്ധികൾ ഈ സർക്കാർ നേരിടുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൽ KSRTC ജീവനക്കാർക്ക് ശമ്പള പ്രതിസന്ധി, പെൻഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം, സപ്ലൈകോയിലെ സാധനങ്ങളില്ലാതെ വരുന്നു. അങ്ങനെ വലിയ പ്രശ്നം നിലനിൽക്കുന്ന സമയത്താണ് അല്ലേ അതാണ് നിങ്ങൾ സൃഷ്ടിച്ച പ്രശ്നം. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്ന പ്രശ്നമാണ് ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി. GSTൻ്റെ കാശ് മുഴുവൻ നിങ്ങൾ കൊടുത്തോ? നിർമ്മലാ സീതാരാമൻ ഇന്നലെ ഇവിടെ വന്ന് പറഞ്ഞല്ലോ ഒന്നും കൊടുക്കാനില്ലാന്ന്. നേരത്തെ വന്ന് പറഞ്ഞല്ലോ ഒരു പൈസയും കേരളത്തിന് കൊടുക്കില്ലാന്ന്. എന്നിട്ട് സുപ്രീം കോടതിയിൽ എന്താ പറഞ്ഞത്? നമുക്ക് പുറത്തും സംസാരിച്ച് തീർക്കാമെന്ന്. ഒരു സംസ്ഥാന ഗവൺമെൻറ് ഭരിക്കുന്നത്, ആ ഗവൺമെൻറ്റിന് കാര്യങ്ങൾ നടത്തണം. പണം വേണ്ടേ? കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാനങ്ങളെ സഹായിക്കാനുള്ള ബാധ്യതയില്ലേ? വല്ലതും കൊടുക്കുന്നുണ്ടോ? ഒന്നും കൊടുക്കില്ല. കേരളത്തെ എങ്ങനെയെങ്കിലും ശരിപ്പെടുത്തി നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് കേരളത്തിൽ കുറച്ച് സീറ്റ് BJP കിട്ടിയാൽ തരക്കേടില്ല. അതിനുവേണ്ടി സൂത്രപ്പണി നടത്തിക്കൊണ്ട് കേരളത്തിൽ കൊടുക്കാനുള്ള സാമ്പത്തിക സ്രോതസ് മുഴുവൻ തടഞ്ഞു വെച്ചുകൊണ്ട് കേരളത്തെ ശരിപ്പെടുത്താനല്ലേ നടക്കാൻ പോകുന്നില്ല. BJP അത് ധരിക്കണ്ട. കേരളത്തിൽ നടക്കില്ല. കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. അവന് കൊടുക്കുന്ന 1600 രൂപ പെൻഷൻ കൊടുക്കാൻ പോലും നമുക്ക് പറ്റാതെ വിഷമിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? കേന്ദ്രം തരേണ്ട കാശ് തന്നില്ല. ഈ UDF സ്ഥാനാർത്ഥി പക്ഷേ അങ്ങേ വളരെ മിതമായിട്ടാണ് ഒരു തരത്തിൽ അങ്ങേക്കെതിരെയുള്ള ആക്ഷേപം. പക്ഷേ ഈ സർക്കാരിൻ്റെ കാര്യം വരുന്ന സമയത്തൊക്കെ തന്നെ ഒരു ഇരട്ടത്തപ്പ് നയം UDFൻ്റെ ഭാഗത്തു നിന്ന്, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായി അങ്ങക്ക് തോന്നുന്നുണ്ടോ? അല്ല, കോൺഗ്രസും നമ്മളുടെ തർക്കം ആ തർക്കം വലിയ തർക്കമാണ്. കോൺഗ്രസ്സുകാർക്ക് ഏതാണ്ട് ഒരു പാതി പല കാര്യങ്ങളിലും നിങ്ങളുടെ കാര്യത്തോളം അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നിയമത്ത് കിട്ടിയിട്ട് കേരളം ഭരിക്കുന്നു പറഞ്ഞു കൊണ്ടാ BJP വട്ടപൂജ കിട്ടിയത്. കേരളം BJP തുണക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ജനത്തിൻ്റെ പ്രതിയായ നിങ്ങൾ നന്നായി പൊരുതിക്കോ, പക്ഷെ ജയിക്കാൻ പോകുന്നില്ല എന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അല്ല, ഞാൻ അങ്ങനെ അവർക്ക് വേണ്ടി പൊരുത്തേണ്ട ആവശ്യമില്ല. എന്നാലും എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം, അങ്ങ് പറഞ്ഞതുപോലെ 3 വർഷവും 4 മാസവുമാണ് ഇതിൽ അങ്ങയുടെ MP കാലയളവ് വരുന്നത്. ആ കാലയളവിലൊക്കെ തന്നെ വലിയ കാര്യങ്ങൾ അങ്ങ് ചെയ്തിട്ടുമുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ പ്രധാനമായും ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ CPയുടെ സ്ഥാനാർത്ഥി വെക്കുന്ന ഒരു രാഷ്ട്രീയത്തിൽ, ആ രാഷ്ട്രീയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രാതിനിധ്യമാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങയോട് വീണ്ടും. എന്താ സർക്കാർ പ്രാതിനിധ്യം? എന്താ? കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ഗവൺമെൻറ് പ്രതിനിധിയാണ് നമ്മൾ. നമ്മളെ ഗവൺമെൻറ്റാണ് അത്, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്. അല്ലാതെ ഗവൺമെൻറ് വേറെ, നമ്മൾ വേറെയല്ല. ആ ഗവൺമെൻറ് പ്രവർത്തനം എന്ന് പറയുന്നത് തടസ്സപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് BJP ശ്രമിച്ചേ. അതെന്താ നിങ്ങൾ മനസ്സാക്കാതെ? BJP ശ്രമിച്ചിരിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ ചീർത്തിയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ലാഭം ഉണ്ടാക്കാനാണ്. അതാ ഞാൻ പറയുന്നത് നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ പറയാൻ പോവുക. ഇതൊക്കെ ജനങ്ങളോട് നമ്മൾ പറയും. ജനങ്ങൾക്കെല്ലാം അറിയും. കാരണം 600 രൂപ പെൻഷനുള്ളായിരുന്ന ആളുകൾക്ക് 1600 ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. 2500 കൊടുക്കണം. ഏത് നിലയിലും 2500 നമ്മളെ കാലാവധി കഴിയുമ്പോൾ കൊടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതിനാൽ നമ്മളുള്ള വഴിയുണ്ടാക്കും. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്ന ഈ വലിയ വാളുപയോഗിച്ച് ED എന്ന് പറയുന്ന സാധനത്തിന് നാട്ടിലേക്ക് മുഴുവൻ അയച്ച് സംസ്ഥാന ഗവൺമെൻറ്റുകളെ പിരിച്ചുവിട്ട് ഇന്ത്യയിൽ ഭരിക്കാനാണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്നുള്ളത് BJPക്കാർ കണ്ടറിയണം. നമുക്ക് കാണാം. ഇടതുപക്ഷ സ്ഥാനാർത്ഥി വലിയ ആത്മവിശ്വാസത്തോടെ സമകാലിക രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വലിയ ചർച്ചകൾ, വലിയ ആശയ പോരാട്ടങ്ങൾ തന്നെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം അഖിൽ പാലൂട്ടുമഠം, ജനം, തിരുവനന്തപുരം. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ അഖിലിനോട് പങ്കുവച്ച ആ ആത്മവിശ്വാസവും പ്രതീക്ഷകളുമെല്ലാം അങ്ങനെ തന്നെ നിൽക്കട്ടെ. അഖിലിനോട് പങ്കുവെച്ച പ്രതീക്ഷകളും ആത്മവിശ്വാസവും എല്ലാം അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതോടൊപ്പം തന്നെ നമുക്കിനി തിരുവനന്തപുരത്ത് നിന്ന് നേരെ തൃശ്ശൂരിലേക്ക് വരാം. തൃശ്ശൂരിൽ അങ്കത്തട്ട് ഉണർന്ന് ശക്തന്റെ തട്ടകം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പൂരത്തിന്റെ വലിയ തിരക്കിലാണ്. അവിടെ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടിയാണ് ആ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ കളവും മാറിയത്. അതായത് എല്ലാ ശ്രദ്ധയും സുരേഷ് ഗോപിയിലേക്ക് എത്തുന്നു. എല്ലാ പ്രചാരണ രംഗങ്ങളും അദ്ദേഹത്തിന് മുന്നിലേക്ക് മാറുന്നു. കൃത്യമായി തന്നെ സ്ത്രീകളടക്കമുള്ള വലിയ വോട്ടർമാർ എത്തുന്നു. അങ്ങനെ പ്രചാരണ രംഗത്ത് 3 മുന്നണികളും ശക്തമായി തന്നെ പോരാടുന്ന നിലയിലേക്ക് വരുന്നു. അവിടെ TN പ്രതാപൻ നിലവിലെ MP ചെയ്ത കാര്യങ്ങൾ, വാഗ്ദാനങ്ങൾ, ചെയ്ത പ്രവൃത്തികൾ
സ്ഥാനാർത്ഥികൾ കൂടുതലും വാഗ്ദാനങ്ങളായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾ വിലയിരുത്തേണ്ട കാര്യമാണ്. എന്നാൽ ആ ഒരു പോരാട്ടം കനക്കുന്ന തൃശ്ശൂരിൽ നിന്ന് എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി നമുക്ക് കാണാം. തൃശ്ശൂരിൽ ചൂടൽപ്പം കൂടുതലാണ്. അതുപോലെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് മൂന്ന് മുന്നണികളും. NDA സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയും UDF സ്ഥാനാർത്ഥിയായി K മുരളീധരനും LDF സ്ഥാനാർത്ഥിയായി VS സുനിൽകുമാറുമാണ് മത്സരിക്കുന്നത്. പുതിയ MP യെ തിരഞ്ഞെടുക്കുവാനായി തൃശ്ശൂരിലെ ജനങ്ങൾ ഒരുങ്ങുമ്പോൾ കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച TN പ്രതാപൻ MP തൃശ്ശൂരിന് വേണ്ടി എന്ത് ചെയ്തു എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഒരു മാറ്റം കൊണ്ടുവന്നില്ല, അതേപടിയാണ്. അയാൾ വന്നിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. വാഗ്ദാനങ്ങളൊക്കെ പലതും തന്നുണ്ട്, പക്ഷെ ഒരു കാര്യം നടപ്പിലാക്കി. തൃശ്ശൂരിന് വേണ്ടി ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിട്ട് പറയാ, തൃശ്ശൂരിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ആള് അന്ന് വോട്ട് ജയിച്ചു പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ ആള് തിരിഞ്ഞു പോയിട്ടില്ല. ഞാൻ പറയട്ടെ, സത്യമായിട്ട് പറയട്ടെ, ഇനി സുരേഷ് ഗോപി നിന്നുണ്ടെങ്കിൽ ഇവിടെ അവൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നടക്കും. വേറെ ആരും ജയിച്ചിട്ട് ആള് പ്രത്യേകം ചെയ്തിട്ടില്ല, ഇവിടെ വികസനം വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല ആള്. പിന്നെ നാട്ടുകാർക്ക് വലിയ ഉപകാരം ചെയ്തിട്ടില്ല പറഞ്ഞത് മൊത്തത്തിൽ എൻ്റെ അഭിപ്രായം. 2023 ജനുവരിയിലാണ് തൃശൂർ നഗരത്തെ സൗന്ദര്യവത്കരിക്കാനായി 1 കോടി രൂപ MP ഫണ്ടിൽ നിന്നും അനുവദിക്കുമെന്ന് TN പ്രതാപൻ കോർപ്പറേഷൻ അധികൃതർക്കുൾപ്പെടെ വാഗ്ദാനം നൽകിയത്. എന്നാൽ ആ വാക്കും പാഴ്വാക്കായി. TN പ്രതാപൻ ഐ ലവ് തൃശ്ശൂർ എന്നുള്ളൊരു പദ്ധതി പ്രഖ്യാപിച്ചു. 1 കോടി രൂപ തൃശ്ശൂർ കോർപ്പറേഷന് വാഗ്ദാനം ചെയ്തു. പക്ഷെ ഇന്ന് വരെ 10 രൂപ തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് നൽകിയിട്ടില്ല. അത് നമ്മുടെ തൃശ്ശൂർ മേയർ തന്നെ കൗൺസിൽ യോഗത്തിൽ അത് തുറന്നു പറയണ്ടായി. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നേ ഉള്ളൂ, വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വെച്ചാൽ പഴയതുപോലെയൊക്കെ തന്നെ. പൈസ മുടക്കി വലിയ ചെലവിലുള്ള ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. TN പ്രതാപൻ സാറ് ഇവിടെ വഴിവിളക്കുകളൊക്കെ നല്ല രീതിയിൽ സ്ഥാപിച്ചു. സ്കൂൾ വണ്ടികൾക്കായിട്ടുള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറകളൊക്കെ എല്ലാം സെറ്റിൽമെന്റ് ചെയ്തിട്ടുണ്ട്. തൃശൂർ നഗരത്തിലെ KSRTCയിലുള്ള CCTV ക്യാമറകളും വിവിധയിടങ്ങളിലായുള്ള ഹൈമാസ് ലൈറ്റുകളും സ്കൂളിലെ ബസ്സും കൊറോണ കാലത്ത് നൽകിയ മരുന്നുകൾ, ഇതൊക്കെയാണ് MP എന്നുള്ള നിലയിൽ TN പ്രതാപന്റെ പ്രവർത്തനങ്ങൾ. ഹൈമാക്സ് ലൈറ്റ് കത്തിയാന്ന് പറഞ്ഞാൽ ഏത് പട്ടാള റോഡിലൊരു ലൈറ്റ് കത്തിച്ചാൽ ഹൈമാക്സ് തന്നെയാണ് അല്ലേ? അതിന് വലിയ പ്രസക്തി ഒന്നുമില്ല. അതാർക്കും കത്തിക്കാം, കോർപ്പറേഷനും കത്തിക്കാം, ഇല്ലേ? ഈ തൃശ്ശൂർ മാർക്കറ്റിന് എടുക്ക്. ഞങ്ങൾക്ക് ഈ മാർക്കറ്റ് ജീവനക്കാരാ, ഞങ്ങൾക്കൊരു അന്നദാതാവുണ്ട്, അവരുടെ കീഴിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാ നമ്മള്. അപ്പൊ നോക്കിയാൽ നമുക്കുള്ള ഉപകാരം അതിനു വേണ്ടി എന്ത് ചെയ്തു അത് നമ്മൾക്കറിയാം. സാധാരണ പറഞ്ഞ പോലെ വാഗ്ദാനങ്ങൾ മാത്രമേ കൂടുതലുണ്ടായിട്ടുള്ളൂ, കൂടുതലും നടപ്പാക്കലുണ്ടായിട്ടില്ല. അത് മാത്രം MP ഫണ്ട് എന്തോരം വിനിയോഗിച്ചെന്ന് നമുക്ക് അതിന്റെ കറക്റ്റായിട്ടുള്ള ഡാറ്റ നമ്മുടെ കയ്യിലില്ല. ആളൊരു ചുക്കും ചെയ്തിട്ടില്ല, ഇവിടേക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. തൃശ്ശൂരിലെ ടൂറിസം സർക്യൂട്ട്, തോട്ടമുഖം ഇറിഗേഷൻ പദ്ധതി, പുതുക്കാട് ഫ്ലൈ ഓവർ, ഇതൊക്കെ MP-യുടെ വാഗ്ദാനങ്ങളായിരുന്നു. നടപ്പിലായോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും. പ്രധാനമായിട്ടും ഇവിടെ പുതുക്കാട് ഫ്ലൈ ഓവറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ മറ്റേ ജലഗതാഗതങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തൃശ്ശൂരിൻ്റെ സൗന്ദര്യവൽക്കരണം, അതിനു വേണ്ടിയാണ് ഐ ലവ് തൃശ്ശൂർ എന്നുള്ള പദ്ധതി. ഇത്തരം പദ്ധതികൾ മുഴുവനും പ്രഖ്യാപനം അല്ലാണ്ട് ഒരു നടപടി ഇന്നവരെ തൃശ്ശൂരിന് വേണ്ടി ചെയ്തിട്ടില്ല. പബ്ലിക്കിന് ഉപകാരപ്രദമാകുന്ന ഒരു വികസനം എന്ന് പറഞ്ഞ ഒരു ഫ്ലൈ ഓവറോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കാര്യം എന്തെങ്കിലും പുതിയ പദ്ധതി കൊണ്ടുവരിക, തൊഴിൽ മേഖലയിലേക്ക് എന്തെങ്കിലും ചെറുപ്പക്കാർ ജോലിയിടാവുന്ന ഒരു കേന്ദ്രം, എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു വികസനവും തൃശ്ശൂരിന് വേണ്ടി ഈ MP ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്ത് വാഗ്ദാനം, ഒരു വാഗ്ദാനം ഇവിടെ നടന്നിട്ടില്ല. കാര്യങ്ങൾ എല്ലാവർക്കും പ്രയാസങ്ങളല്ലാണ്ട് ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. വാഗ്ദാനങ്ങളെന്നും അങ്ങനെ തന്നെ നിലകൊണ്ടു. K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ ഇനിയൊരു മയിൽപീലിയായി തൃശ്ശൂരിന്റെ പുസ്തകത്തിലെ ഹൃദയത്താളിൽ ഞാനുണ്ടാകുമെന്ന TN പ്രതാപന്റെ വാക്കുകൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയാണ്. ക്യാമറമാൻ വിപിൻ കോതച്ചിറക്കൊപ്പം M മനോജ്, ജനം, തൃശ്ശൂർ. യുദ്ധമുഖങ്ങളിൽ പെട്ടുപോയ എത്രയോ ആളുകൾക്ക് രക്ഷകനായിട്ടുണ്ട് കേന്ദ്രമന്ത്രി V മുരളീധരൻ.
എത്രയോ അധികം പേർ, അവരെല്ലാവരും എപ്പോഴും നന്ദിയോടെ ഓർക്കുന്ന ഒരു മുഖം അത് വി മുരളീധരൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റേത് തന്നെയായിരിക്കും. അദ്ദേഹത്തിന് കെട്ടിവയ്ക്കാനുള്ള, തെരഞ്ഞെടുപ്പിൽ കെട്ടിവയ്ക്കാനുള്ള പണം നൽകിയിരിക്കുന്നത് യുക്രൈനിൽ നിന്ന് അദ്ദേഹം രക്ഷിച്ച് സുരക്ഷിതരായി നാട്ടിലേക്ക് കൊണ്ടുവന്ന മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. ഇത്തരത്തിൽ യുദ്ധമുഖങ്ങളിൽ അകപ്പെട്ടു പോയവരെ സഹായിക്കാൻ, അവർക്ക് സഹായഹസ്തം നൽകാൻ കഴിഞ്ഞതാണ് തൻ്റെ ഏറ്റവും വലിയ ഒരു ജീവിത ദൗത്യം എന്നുകൂടി വി മുരളീധരൻ അദ്ദേഹം പറയുന്നു. അത് തനിക്ക് വലിയൊരു മനസ്സിൽ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നുകൂടി പങ്കുവയ്ക്കുകയാണ് കേന്ദ്രമന്ത്രിയും ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥിയുമായ വി മുരളീധരൻ. അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടിലേക്ക്. ഉക്രൈനിലെ യുദ്ധമുഖത്തു നിന്നും മലയാളികളടക്കമുള്ള ഭാരതീയരെ നാട്ടിലെത്തിക്കാൻ കാട്ടിയ ആർജവം നരേന്ദ്രമോദി സർക്കാരിന് ഏറെ പ്രശംസകൾ സമ്മാനിച്ചിരുന്നു. അവിടെ നിന്നും സുരക്ഷിതരായി എത്തിയ മലയാളികളായ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കാവട്ടെ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനോടുള്ള കടപ്പാട് വാക്കുകൾക്കും അതീതം. ഇത്തവണ ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥിയായ വി മുരളീധരന് മത്സരത്തിനായി കെട്ടിവെക്കാനുള്ള തുക ഇവർ കുടുംബസമേതം വന്ന് കൈമാറി. ഉക്രൈനിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലെത്തിയ സന്തോഷം സായി ശ്രുതിയും സഗൗരവവും പങ്കുവച്ചു. ഫൈനൽ ഇയർ ആയിരുന്നു, അപ്പോഴാണ് യുക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടാകുന്നത്. ആ സമയത്ത് നമ്മൾ ഷെല്ലിങ്ങിൻ്റെ ഇടയിലും വാറിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. PM മോദിജിയും മിനിസ്റ്റർ വി മുരളീധരൻ സാറും കൂടി എടുത്ത എഫേർട്ട് നമുക്ക് പറയാതിരിക്കാൻ വയ്യാത്തൊരു എഫേർട്ടാണ്. യുദ്ധം നടക്കുമ്പോൾ ഞാൻ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അന്ന് ശ്രുതി പറഞ്ഞ പോലെ മോദിജിയുടെയും ശ്രീ മുരളീധരൻ സാറിൻ്റെ സഹായം കൂടാതെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടേനെ ഇവിടെ എത്താൻ. അപ്പോൾ അതിനെല്ലാത്തിനും നന്ദി പറയുന്നു. അഭിമാന നിമിഷമെന്ന് വി മുരളീധരനും പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൽ അംഗമായി പ്രവർത്തിച്ച ഈ കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷവും സംതൃപ്തിയും നൽകിയിട്ടുള്ള ദൗത്യം വിദേശത്ത് അകപ്പെട്ട, വിദേശത്ത് ദുർഘട സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, ആ ശ്രമങ്ങളിൽ പങ്കാളിയാകാൻ സാധിച്ചു എന്നുള്ളതാണ്. സമാന നിലയിൽ റഷ്യയിൽ കുടുങ്ങിയ മലയാളികളെയും നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ജനം, തിരുവനന്തപുരം. കാലങ്ങളായി കേരളത്തിൽ അനുവർത്തിക്കുന്ന ഒരു രീതിയാണ് ഇടതുമുന്നണിക്കൊപ്പം അല്ലെങ്കിൽ വലതുമുന്നണിക്കൊപ്പം മാറി മാറിയുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ അങ്ങനെ അലിഞ്ഞു ചേരുകയായിരുന്നു സാധാരണ ചെയ്തിരുന്നതെങ്കിൽ മാറി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിരിക്കുന്നു. നിരവധി ആളുകൾ മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് NDA സഖ്യത്തിനും BJPയുടെ ഭാഗമായി എല്ലാം അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരവധി, അത് സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ ഇത്തരത്തിൽ വരുന്നുണ്ട് BJP NDA സഖ്യത്തിന്റെ ഭാഗമായിക്കൊണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പ്രമുഖരായ ആളുകളുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം അക്കൂട്ടത്തിൽ ഉണ്ട് എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. ഇവിടെ നമ്മൾ പറയുന്നത് പനമ്പള്ളി ഗോവിന്ദ മേനോന്റെ, അതായത് മുൻ കേന്ദ്രമന്ത്രി, കോൺഗ്രസ് നേതാവ്, ചരിത്രത്തിനൊപ്പം നടക്കുകയും ചരിത്രം തന്നെ മാറ്റുകയും ചെയ്ത ഒരു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ്, ആ രാഷ്ട്രീയ നേതാവിന്റെ കൊച്ചുമകളാണ് സുജാത മേനോൻ. സുജാത മേനോനും ഭർത്താവും BJPയുടെ അംഗത്വമെടുത്തു കഴിഞ്ഞ ദിവസം. ഒപ്പം തന്നെ അംഗത്വം എടുത്തതിനൊപ്പം തന്നെ എന്തുകൊണ്ട് തങ്ങൾ BJP പക്ഷത്തൊപ്പ് ദേശീയതയുടെ ഭാഗമായി മാറി എന്നുകൂടി അവർ വിശദീകരിക്കുന്നു. അതിൽ പ്രധാനമായും അവർ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടുകളോടുള്ള തന്റെ താല്പര്യമാണ് തന്നെ ഇതിലേക്ക് ആകർഷിച്ചത്. കോൺഗ്രസ് ഭരണകാലത്തുണ്ടായിരുന്ന വലിയ അഴിമതികളുടെ ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഒരു അഴിമതി രഹിത ഭരണം, ഒപ്പം തന്നെ വികസന കാഴ്ചപ്പാടുള്ള ഭരണത്തിലേക്ക് നീങ്ങുന്നത് കാണാൻ കഴിഞ്ഞു. അതെല്ലാമാണ് തങ്ങളുടെ മനസ്സുകളെ മാറ്റിയത് എന്നവർ ജനൻ TVയോട് പറയുകയും ചെയ്തിട്ടുള്ളത്. ആ റിപ്പോർട്ട് കൂടി നമുക്ക് കാണാം. അഴിമതിയിൽ മുങ്ങിയ UPA സർക്കാരിന് ശേഷം അധികാരത്തിലെത്തിയ NDA സർക്കാർ ദേശീയതയിലും വികസനത്തിലുമൂന്നി മുന്നോട്ട് പോവുകയും തുടർഭരണത്തിലും സമഗ്ര വികസനമെന്ന ലക്ഷ്യത്തിൽ മുന്നേറുകയും ചെയ്തപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ അണിനിരക്കുകയായിരുന്നു. കോൺഗ്രസ് CPM രാഷ്ട്രീയങ്ങൾ ഉപേക്ഷിച്ച് BJPയിലേക്ക് എത്തിയവർ നിരവധിയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന പനമ്പള്ളി ഗോവിന്ദമേനോന്റെ കൊച്ചുമകൾ സുജാത മേനോനും ഭർത്താവ് അനിൽകൃഷ്ണനും കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ BJP അംഗത്വമെടുത്തത്. കോൺഗ്രസ് കുടുംബമായിട്ടും കോൺഗ്രസിലെ തമ്മിലടിയും അഴിമതിയും മടുത്തിട്ടാണ് BJPക്കൊപ്പം ചേർന്നതെന്ന് സുജാത മേനോനും ഭർത്താവ് അനിൽകൃഷ്ണനും പറയുന്നു. ഞങ്ങളൊക്കെ രക്തത്തിൽ കോൺഗ്രസ് ഉള്ള ഫാമിലിയാണ്. പക്ഷെ കുറച്ച് കാലമായിട്ട് കാണുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഉള്ള വിഷമം കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ആക്റ്റീവ് പൊളിറ്റിക്സിലില്ല, ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആരുമില്ല. അപ്പോൾ ആ ഒരു എന്താ പറയുക, കറപ്ഷൻ, ആ ഒരു ഞാൻ കറപ്ഷൻ ഓഫ് കോഴ്സ് അതിനേക്കാൾ ഞാൻ ഉദ്ദേശിച്ചത് മൂല്യങ്ങളിലുള്ള കറപ്ഷൻ. അവർ പറയുന്ന ഐഡിയോളജിയും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള ഭയങ്കര വ്യത്യാസം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റ്,
അങ്ങോട്ട് കരിവാരി തേക്കുക, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നോർമൽ സാധാരണ മനുഷ്യർക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ്. ഇപ്പോൾ കേരള പൊളിറ്റിക്സിൽ നോക്കിയാലും മാറി മാറി ഇവർ രണ്ട് പാർട്ടി വരുന്നതല്ലാണ്ട് അതേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നല്ല ഇതാണ് കണ്ടിട്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഡെവലപ്മെൻറ്റ് വളരെ ആവശ്യമാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇപ്പോൾ പുറത്തുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. ഇൻഡസ്ട്രീസ് ഇല്ല, യാതൊരു ഇതും ഡെവലപ്മെൻ്റ് ഒന്നുമില്ല. ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചേഞ്ച് നമുക്ക് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ തന്നെ നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. 400-ലധികം സീറ്റ് നേടി കേന്ദ്രത്തിൽ വീണ്ടും NDA സർക്കാർ അധികാരത്തിൽ വരുമെന്നും കേരളത്തിലും മികച്ച മുന്നേറ്റമുണ്ടാക്കുമെന്നും സുജാത മേനോൻ പറഞ്ഞു. 400 സീറ്റ് തീർച്ചയായിട്ടും കിട്ടുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കേരളത്തിൽ തന്നെ ഒരു 4-5 സീറ്റ് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് രാജീവ് ചന്ദ്രശേഖർജി ആണെങ്കിലും ഇവിടെ ഡോക്ടർ KSR ആണെങ്കിലും തൃശ്ശൂർ, എൻ്റെ നാട് തൃശ്ശൂരാണ്, തൃശ്ശൂർ സുരേഷ് ഗോപി ആണെങ്കിലും ഇവരൊക്കെ വാഗ്ദാനം തരുന്നത് ഒരുപാട് ഡെവലപ്പ്. ആരും ഹിന്ദുത്വം കാർഡല്ല പറയുന്നത്. ഓഫ് കോഴ്സ് അയോധ്യയിൽ ഇപ്പോൾ അമ്പലം വന്നുകൊണ്ട് ഹിന്ദുസിനൊക്കെ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. അമൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അധ്യാപികയായി വിരമിച്ച സുജാത മേനോനെ പോലെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള നിരവധി പേർ പുതുതായി BJP അംഗത്വമെടുക്കുകയാണ്. ജനം, കൊച്ചി. തിരഞ്ഞെടുപ്പ് വാർത്തകളും അവലോകനവുമെല്ലാമായുള്ള മഹാഭാരതത്തിന്റെ ഇന്നത്തെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ തിരഞ്ഞെടുപ്പ് വാർത്തകൾ, അവലോകനങ്ങൾ എല്ലാമായി വീണ്ടും ഒരിക്കൽ കൂടി കാണാം.